ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 7 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ വന്ന് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർ വന്ന് നമ്മുടെ യുവിനെ ചോദ്യം ചെയ്യുവാണ്. അപ്പോൾ യു പറയുവാണ് വേറെ ഒന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവളെ കുറച്ച് ദിവസമായിട്ട് അറിയാം, അതൊക്കെ സത്യം തന്നെ. പക്ഷേ എങ്കിലും ഞാൻ ഇവളെ ആദ്യം കണ്ടപ്പോട്ട് എനിക്ക് ഇവളുടെ മേലൊരു സ്പാർക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് നമ്മുടെ കുഞ്ഞിപ്പണിനെ നോക്കുന്ന രീതിയും അതുപോലെ തന്നെ കുട്ടിച്ചെറുക്കൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയെല്ലാം വെച്ചിട്ട് എന്തുമായാലും ഇവൾ ഒരു സമയത്ത് ഇനി ഭാവിയിലായാലും കുട്ടിച്ചെറുക്കൻ തള്ളി പറയത്തില്ല. മാത്രമല്ല ഇവള് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്. അത് അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത്. അതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് അവളോടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് നമ്മുടെ യു പറയണം. അപ്പോൾ നമ്മൾ ടീച്ചർക്കും അവൻ പറഞ്ഞ് ഇച്ചിരി ജെന്യുവനാണെന്ന് തോന്നിയുകൊണ്ട് ടീച്ചറും ഭയങ്കര ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇവർ ഡിന്നറെല്ലാം കഴിച്ച് നമ്മുടെ യു ഇറങ്ങി വരുന്ന സമയത്ത്. പക്ഷേ സെക്കൻഡ് ഹീറോയ്ക്ക് ഇവൻ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് അവന് മാത്രം നമ്മുടെ യു പറഞ്ഞതിൽ വലിയ കാര്യമായിട്ട് വിശ്വാസമില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ പറഞ്ഞത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടങ്ങ് വിശ്വസിക്കാൻ വയ്യാന്ന് പറയണം. അപ്പോൾ യു പറയുകയാണ്, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് സെക്കൻഡ് ഹീറോ പറയുകയാണ്, ഇല്ല നീ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്കാണ്, നീ ആ ഒരു കാര്യം മാത്രം വെച്ച് അവൾ എന്തായാലും മാരേജ് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവർ, നീ വേറെ എന്തോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അവളെ മാരേജ് ചെയ്തേക്കുന്നതെന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ യു പറയണം, അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് യു അവിടെ നിന്ന് പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചറിനെയും സെലീനെയും കാണിക്കുവാണ്. ടീച്ചർ പറയാം, നീ എന്തായാലും കണ്ടുപിടിച്ചിട്ടുള്ള നല്ലൊരാളെ തന്നെയാണല്ലോ, നിൻ്റെ ലൈഫ് എന്തായാലും സൂപ്പർ ആയല്ലോ, നിങ്ങൾ അടിച്ചു പൊളിക്കുന്നൊക്കെ പറയാം. അപ്പോൾ സെലി പറയാം, എൻ്റെ ലൈഫ് ഓക്കെ ആയി, നീ നിൻ്റെ ലൈഫ് നോക്കുന്നില്ലെന്ന് പറയുന്ന സമയത്ത് ടീച്ചർ പറയാം, എനിക്ക് ഈ പ്രണയത്തിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല, ഞാൻ എന്തുവരെ എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ടീച്ചർ അതിനെ വേണ്ടാത്തൊരു രീതിക്ക് പറയുവാണ്. അതുപോലെ ടീച്ചർ ഭയങ്കര ഹാപ്പി, കാരണം ഇവരെന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ആട്ടോ ടീച്ചറും സിലിയും. അപ്പോൾ ടീച്ചർ എന്തായാലും സിലിയുടെ ലൈഫിൽ ഒരു ഹാപ്പി മൊമെൻറ്റ് കിട്ടിയല്ലോ, അവൾക്ക് ഇനി സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നുള്ള സന്തോഷമാണ് ആർക്ക്, ടീച്ചർക്ക്. അത് കഴിഞ്ഞിട്ട് കാണിക്കുവാണ് നമ്മുടെ സിലി വിചാരിക്കുവാണ് എന്തായാലും ഇത്രയും ആയി, നമ്മുടെ ടീച്ചർ വരെ ജെനുവിനാന്ന് പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവിൻ്റെ സ്നേഹം ജെനുവിനാന്ന് ടീച്ചർ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അവൾക്കും ഇച്ചിരിയും കൂടി വിശ്വാസം വരും. അപ്പോൾ അവൾ വിചാരിക്കുവാണ് ഇത്ര ആയ സ്ഥിതിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് ഇനിയിപ്പോൾ പേരൻസിനെ വിളിച്ച് പറയാമെന്ന് വെച്ചിട്ട് അവൾ വന്ന് നമ്മുടെ യുയുടെ വീട്ടിൽ ചെന്നിരുന്നതിന് ശേഷം അവളുടെ പേരൻസിനെ വിളിക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ എടുക്കുന്നത് അവളുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അമ്മയുടെ അടുത്ത് കാര്യം പറയണമെന്നുണ്ട്. അത് പറയാൻ നിൽക്കുന്ന സമയത്ത് ഇവളും അതുപോലെ തന്നെ ഇവളുടെ പപ്പയും തമ്മിൽ എന്തോ ഒരു വിഷയമുണ്ട്, എന്താ കാര്യം നമുക്കിപ്പോൾ കാണിക്കുന്നില്ല, പക്ഷേ എന്തൊരു വിഷയമുണ്ട്. അപ്പോഴത്തേനും പപ്പ പറയണം, അവളാണ് വിളിക്കുന്നതെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സിലിയുടെ മനസ്സങ്ങ് മടിക്കും. അപ്പോൾ അവൾ വിചാരിക്കും പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് അമ്മയെ ഞാൻ പിന്നെ പറയാം, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സിലി ഫോൺ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലി വന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് യു വന്ന് ഈ രണ്ട് പിള്ളേരെ കൂടി അടിച്ചു പൊളിക്കുന്നു കേട്ടോ. അടിച്ചു പൊളിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ നല്ല ക്ലോസ് ആയിട്ട് ഇരിക്കുന്നു. ഇവരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ സിലി ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. കാരണം അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിന് വയ്യല്ലോ, അപ്പോൾ അവൾ കുഞ്ഞിപ്പെണ്ണെ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഉള്ളത്. അപ്പോൾ സിലി വിചാരിക്കുവാണ് എന്തായാലും എനിക്ക് വേണ്ടി ഇവൻ ഇത്രയും ചെയ്യുന്നല്ലോ, അപ്പോൾ ഇവന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇവന് ഇഷ്ടപ്പെടുന്ന രീതിക്കൊക്കെ പെരുമാറണം എന്ന് വെച്ചിട്ട് ഇവൾ അടുക്കളയിൽ ചെന്നിട്ട് നോക്കുന്ന സമയത്ത് അവിടെ സെർവൻറ്റ് നിന്ന് എന്തോ പച്ചക്കറി കരിയാം. അപ്പോൾ ആ സെർവൻറ്റ് കുറേ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിലി അവരോട് ചോദിക്കുവാണ് നമ്മുടെ യുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, അവന് എന്തെങ്കിലും ഹോബി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയും മറ്റേ ബില്ലിയാർഡ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്, അത് അവൻ കളിക്കും. അത് ആ ഒരു ഗെയിമാണ് അവന് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ചോദിക്കാതെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു അത് കളിക്കാനൊരു സംഭവമുണ്ട്, സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിലി വന്ന് അവിടെ കളിക്കാനായിട്ട് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബില്ലിയാർഡ് ബോൾ ഇവൾക്കാണെങ്കിൽ കറക്റ്റ് ഇത് കളിക്കാൻ വയ്യ കേട്ടോ, ഇവൾക്ക് അറിയത്തില്ല കളിക്കാൻ. അപ്പോൾ സിലി വന്ന് കുറേ മെനക്കെട്ട് നോക്കിയിട്ടും അവൾക്ക് അത് കളിക്കുന്നതൊന്നും ശരിയാവുന്നില്ല. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അതുപോലെ കുട്ടിച്ചെറുക്കനും തമ്മിൽ വഴക്കുണ്ടാക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ സിലി വന്ന് അവൾ ഈ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ജോലിയിൽ നിന്ന് അവൾക്ക് വളരെ കുറഞ്ഞൊരു ശമ്പളം മാത്രം കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾക്ക് ഒരു സൈഡ് ഹോബി എന്ന് പറയുന്ന പോലെ അവൾ കുറേ മറ്റേ ക്ലിപ്പൊക്കെ കാര്യങ്ങൾ കാണില്ല, ഇപ്പം പിള്ളേർ തലയിൽ കുത്തുന്ന ക്ലിപ്പും കാര്യങ്ങളും അതെല്ലാം നല്ല ഫാൻസി ആയിട്ട് നമ്മുടെ ആരുണ്ടാക്കും, നമ്മുടെ സിലി ഉണ്ടാക്കും. അപ്പോൾ അത് ഒരു പെട്ടിക്കകത്താണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ആർക്കറിയാം, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അറിയാം. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിച്ചേർക്ക് അത് തുറന്ന് കാണിക്കാൻ പറയുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് സമ്മതിക്കുന്നില്ല. അവൾ പറയാം എൻ്റെ അമ്മയുടെ പ്രൈവസി അത് ഞാൻ തരത്തില്ല, അമ്മ പറഞ്ഞാൽ മാത്രമേ തരുമെന്ന് പറഞ്ഞിട്ട് ഇവർ നല്ലപോലെ ചെറിയ രീതിക്ക് വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് കേട്ടിട്ട് നമ്മുടെ യു അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ യുവിൻ്റെ അടുത്ത് കുഞ്ഞിപ്പെണ്ണും പറയും എൻ്റെ അമ്മയുടെ ഞാൻ എങ്ങനെ തുറന്നു കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ യുവും പറയും ശരി, അത് വേറൊരാളുടെ സാധനമല്ലേ മോനെ, നമുക്ക് എന്തുമായാലും അമ്മയെ പോയി തപ്പാം, എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയെ കൊണ്ട് തന്നെ തുറപ്പിച്ച് മോന് കണ്ടാൽ പോരെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടിച്ചെറുക്കൻ അങ്ങ് കൺവീൻസ് ആവും. എന്നിട്ട് കുട്ടിച്ചെറുക്കൻ പറയും പപ്പ വന്ന് താഴെ പോയി തപ്പും, ഞാൻ മേലെ പോയി അമ്മയെ തപ്പാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടു വഴിക്ക് പോകണം. നമ്മുടെ യു വന്ന് താഴെ വന്ന് തപ്പുമ്പോൾ അറിയാലോ അണ്ടർഗ്രൗണ്ടിലാണ് എന്തുള്ളത്, ഈ ബില്ലിയാർഡ്
വലിയൊരു ഗെയിമുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് എന്താ പറയുന്നത് ഇതെല്ലാം കളിക്കാനെല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഇനി സിലി ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത് യുവിനെ നോക്കി നിൽക്കുവാണേ. പക്ഷെ പിന്നെ മനസ്സിലാകുന്നത് ഇതെല്ലാം സിലിയുടെ ഡ്രീമാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് കറക്റ്റ് ഈ പറഞ്ഞ പോലെ യു വരും. യു വന്നു കഴിയുമ്പോൾ യു അത്രയും നേരമുള്ള അവൻ്റെ സ്വഭാവം മാറിയ പോലെ അവളുടെ കയ്യിൽ എന്താ പറയുക ആ ഒരു സ്റ്റെമ്മെല്ലാം ആ സ്റ്റിക്ക് കാണുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആ സ്റ്റിക്ക് നമ്മൾ സിലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവനൊരു തുണിയെല്ലാം എടുത്തിട്ട് അതെല്ലാം തുടച്ച് കൊണ്ടുവയ്ക്കുവാണ്. എന്നിട്ട് ചോദിക്കണം നീ ആരോട് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറി, ഇത് എൻ്റെ പ്രൈവറ്റ് പ്ലേസാണെന്ന് നിനക്ക് അറിഞ്ഞുകൊണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ സിലി ചോദിക്കാം നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ പറയാം അടുത്തോടെ നമ്മുടെ എന്താ പറയുന്നത് യു പറയുകയാണ് അതെ ഞാൻ പിള്ളേർക്ക് വേണ്ടി മാത്രം നിന്നെ കല്യാണം കഴിച്ചത്, അല്ലാതെ എനിക്ക് നിന്നോട് യാതൊരു ഫീലിങ്സ് ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് സിലി സത്യം പറഞ്ഞാൽ അവൾ ഉടഞ്ഞു പോവുക. അവൾ വിചാരിച്ചിരുന്നത് അവൻ അവളോടും കൂടിയുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും കല്യാണം കഴിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ യു ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സിലിക്ക് എന്താ പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം. അപ്പോൾ അവൾ സത്യം പറഞ്ഞാൽ അവന് സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടല്ലേ ചെയ്തത്. ഇത് സത്യം പറഞ്ഞാൽ അവൾ സത്യം പറഞ്ഞാൽ അവിടെ നാണം കെട്ടൊരവസ്ഥയായിപ്പോയി. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ എന്താ പറയുന്നത് സിലിയെ വഴക്ക് പറയുക, എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. ഇനി പിന്നെ നമ്മൾ ഗ്രാൻഡ് പേയുടെ മുന്നിലും പിള്ളേരുടെ മുന്നിലും മാത്രം, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിക്കണം. പക്ഷേ പ്രൈവറ്റ് പ്ലേസിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് വരുന്ന സമയത്ത് നീയും ഞാനുമായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത് സിലിയെ കുറേ വഴക്ക് യു പറയാം. ലാസ്റ്റ് സിലിക്ക് ഇതെല്ലാം കേട്ട് അവൾ മനസ്സ് ഉടഞ്ഞ് നിൽക്കുന്ന സമയത്ത് സിലി പറയാം ശരി എന്നാൽ എനിക്കൊരു കണ്ടീഷനുണ്ട്, എൻ്റെ പ്രൈവറ്റ് പ്ലേസിൽ നീയും നിൻ്റെ പ്രൈവറ്റ് പ്ലേസിൽ ഞാനും ഇടപെടാൻ വരത്തില്ല. അത് നമ്മൾ ഡീലിങ്സ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക യു പറയാം ഓക്കെ അത് ഡീലിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ പാവം നമ്മുടെ സിലി കേട്ടോ. ഇങ്ങനെ യു പെട്ടെന്ന് മുഖത്തേക്ക് പറയുന്ന അവൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. നമ്മുടെ കുട്ടിച്ചെറുക്കനാണെങ്കിൽ ഓൾറെഡി അന്വേഷിച്ച് ഇറങ്ങിയായിരുന്നല്ലേ. പക്ഷേ സത്യം പറഞ്ഞാൽ യു ഈ കിടന്നിട്ട് ഈ പ്രശ്നം ബഹളം വെച്ചതെല്ലാം ആര് കേട്ട് നമ്മുടെ കുട്ടിച്ചെറുക്കൻ കേട്ടിട്ട് അവന് ഭയങ്കര സങ്കടമായി കേട്ടോ. എന്നിട്ട് അവൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ യു വന്ന് എപ്പോൾ പോയാലും എവിടെ ഉണ്ടാവും, റൂമിലില്ലെങ്കിൽ പിന്നെ സ്റ്റഡി റൂമിലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് ആര് ചെല്ലുവാണ് നമ്മുടെ കുട്ടിച്ചെറുക്കൻ ചെന്നിട്ട് എന്താ പറയുന്നത് വഴക്കുണ്ടാക്കുകയാണ്. നമ്മുടെ യുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക. നിങ്ങൾ എന്തിനാ പപ്പ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കിയേ, അമ്മ ഇപ്പോൾ എന്തോ തെറ്റായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ എന്താ പറയുന്നത് യു പറയുകയാണ് നീ എന്തിനീ വലിയ ആൾക്കാരുടെ കാര്യത്തിലൊക്കെ മോനെ ഇടപെടുന്നത്, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ പറയുകയാണ്. ലാസ്റ്റ് കുട്ടിച്ചെറുക്കന് ഭയങ്കര ദേഷ്യം വന്ന് അവൻ അവിടെ ഇരിക്കുന്ന ബുക്കെല്ലാം വലിച്ചിട്ട് പറയാം പപ്പ അല്ലെങ്കിലും ചീത്ത എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുട്ടിച്ചെറുക്കം പറയുമ്പോൾ നമ്മുടെ യുവിന് സങ്കടം ആവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവൻ ഇരിക്കുന്നത്. എന്നിട്ട് കുട്ടിച്ചെറുക്കൻ നേരെ വന്ന് സിലിയെ കാണാൻ പോകും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുവാണ് കുട്ടിച്ചെറുക്കൻ അമ്മ വിഷമിക്കാതെ അമ്മ പപ്പ വന്ന് എന്തോ ഒരു ദേഷ്യത്തിന് പറഞ്ഞു അമ്മ വിഷമിക്കാതെ പിന്നെ എനിക്കിനി പപ്പയെ വേണ്ട അമ്മയെ മാത്രം മതി എന്നൊക്കെ പറയാം. അപ്പോൾ സിലിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം. അപ്പോൾ സിലി പറയും മോനെ അങ്ങനെ പറയാടാ, നിൻ്റെ പപ്പ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അത് ഞങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, അതങ്ങ് തീർന്നോളും, കുറച്ച് ദിവസം കഴിയും പിന്നെ അങ്ങ് തീർന്നോളും, മോനത് ആലോചിച്ച് വിഷമിക്കേണ്ട, പിന്നെ പപ്പയുടെ എതിർത്തൊന്നും പറയല്ലേ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിലി വന്ന് നമ്മുടെ കുട്ടിച്ചെറുക്കനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് കുട്ടിച്ചെറുക്കൻ പറയുവാണ് അമ്മ പിന്നെ മറ്റേ പെട്ടി തുറന്ന് കാണിക്കാൻ കുഞ്ഞിപ്പണി സമയമില്ല, അമ്മയൊന്നും എനിക്ക് തുറന്ന് കാണിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സിലി പറയുക അതിനെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പണിയും കൂട്ടി വന്നിട്ട് തുറന്ന് കാണിക്കുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കൻ ചോദിക്കും ഇതൊക്കെ എന്തുവാ അമ്മ, പെൺപിള്ളേരുടെ സാധനമല്ലേ അമ്മ എന്ന് പറയുന്ന സമയത്ത് പറയണ അല്ല മോനെ ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോളിട്ട് വിൽക്കുന്ന കാര്യമൊക്കെ പറയാം. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയാം എന്തിനമ്മ, അപ്പോൾ കുഞ്ഞല്ലേ അറിയത്തില്ല എന്തിനാ അമ്മ ഇങ്ങനെ സ്റ്റോളിട്ട് വിൽക്കുന്നത് പറയുമ്പോൾ മോനെ പൈസ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുട്ടിച്ചെറുക്കൻ്റെ അടുത്ത് കുട്ടിച്ചെറുക്കൻ പറയും അമ്മ ഇത് കണ്ടോ അമ്മ എൻ്റെ ഇത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇതങ്ങ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ടോയ് എടുത്ത് കാണിക്കുവാണ്. അപ്പോൾ സിലി പറയും അയ്യോ മോനെ എന്ന് പറയുന്ന സമയത്ത് കുട്ടിച്ചെറുക്കൻ പറയണം അതിന് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഗ്രാൻഡ് പേ ആയാലും പപ്പയായാലും ശരി പൊട്ടിയെന്നൊന്ന് പറഞ്ഞാൽ മതി, പുതിയ സാധനം ഇവിടെ എത്തുമെന്ന് പറയാം. അപ്പോൾ എടുത്തോണ്ട് സിലി പറയും മോനെ അങ്ങനെയല്ല മക്കളെ, ഇപ്പോൾ പൈസയൊക്കെ നല്ല കഷ്ടപ്പെട്ടല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളങ്ങനെ വേസ്റ്റ് ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിക്കുക. എന്നാൽ ശരി ഞാൻ നിങ്ങളെ സ്റ്റോളിൽ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സിലിയും ഈ രണ്ട് പിള്ളേരും കൂടി സ്റ്റോളിടുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ സ്റ്റോൾ ഇടുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇവന് ഓൾറെഡി ആ ടോയ് നശിച്ചില്ലേ. അപ്പോൾ കുറേ ടോയ്സ് ഇരിക്കുന്നത് കാണുമ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സീനിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ എന്താ പറയുന്നത് യു വന്ന് യുവിന് ഇഷ്ടമുള്ള ടോയ്സാണ് ആർക്ക് വാങ്ങിച്ചെടുക്കുന്നത്, നമ്മുടെ കുട്ടിച്ചെറുക്കനെ വാങ്ങിച്ചെടുക്കുന്നത്. പക്ഷേ കുട്ടിച്ചെറുക്കന് വന്ന് അവൻ്റെ ഇഷ്ടത്തിന് ടോയ്സ് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങുന്ന പോലെ ഇവൻ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ സിലി പറയാം നീ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ സ്റ്റോൾ ഇടും, എന്നിട്ട് കുട്ടിച്ചെറുക്കൻ എത്ര എണ്ണം വിൽക്കുന്നു അതിൻ്റെ പൈസ കുട്ടിച്ചെറുക്കൻ എടുത്തു, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ടോയ്സൊക്കെ വാങ്ങിച്ചത് കുട്ടിച്ചെറുക്കൻ എടുത്തു. കുട്ടിച്ചെറുക്കൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്നിട്ട് അവർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പറയും അമ്മ എനിക്ക് ദാഹിക്കുന്ന വെള്ളം തരാൻ പറയാം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് സിലി വന്ന് ഇച്ചിരി വെള്ളം കൊടുക്കുന്ന നേരത്ത് നമ്മുടെ കുട്ടിച്ചെറുക്കൻ വന്ന് ഒരാളുടെ കയ്യിൽ ഒരു ടോയ് കാണും, അയാൾ നടന്നു പോകുന്ന കാണുമ്പോൾ അയാളെ ഫോളോ ചെയ്തുകൊണ്ട് ആ ടോയ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ പോവാണ്. എന്നിട്ട് നമ്മുടെ സിലിയും അതുപോലെ തന്നെ കുഞ്ഞിപ്പണി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് കുട്ടിച്ചെറുക്കനെ കാണത്തില്ല. ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അവിടെ എല്ലാം നോക്കുന്ന സമയത്തും കാണത്തില്ല. അവസാനം അറ്റ് ലാസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത് സിലി വന്ന് നമ്മുടെ യുവിനെ വിളിച്ച് പറയുവാണ് കുട്ടിച്ചെറുക്കനെ കാണാനില്ല. ഈ പറയുന്ന സമയത്ത് ഭാഗ്യത്തിന് അവിടെ ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഈ ചെറുക്കനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടിട്ട് കുട്ടിച്ചെറുക്കനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സിലിയുടെ അടുത്ത് അവസാനം സിലിക്ക് ഒന്ന് സമാധാനമാവുകയാണ്.
വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമ്മുടെ സീരിയലെടുത്ത് അവിടെ കളിക്കാൻ പോയതിൻ്റെ കാര്യത്തിൽ എന്താണ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇതും കൂടി ആയപ്പോൾ സ്വന്തം പപ്പയല്ലയോ, ദേഷ്യം വരാതിരിക്കത്തില്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് സിലി വഴക്ക് പറയാം. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ആ പിള്ളേരെ കൊണ്ട് പോകേണ്ട കാര്യം എന്തുമായിരുന്നു ചെയ്യുന്ന സമയത്ത് സിലി പറയാണ്, ഞാൻ വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് കുറച്ച് നല്ല മോറൽ എന്ന് വെച്ചാൽ നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യുവിന് കുറച്ചും കൂടി ദേഷ്യം വരും. അത് എൻ്റെ മോനെ വളർത്താൻ എനിക്കറിയാം, ഇങ്ങനെ തന്നെ അവൻ പറയും, എൻ്റെ മോനെ വളർത്താൻ എനിക്കറിയാം, മാത്രമല്ല കൊച്ചിൻ്റെ സ്വഭാവം എങ്ങനെ വളർത്തുന്നതൊക്കെ എനിക്കറിയാവുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് സിലി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. പക്ഷേ എങ്കിലും നമ്മുടെ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കാരണം അത്രയൊരു ടെൻഷൻ ഇതിലായിപ്പോയി. എന്നിട്ട് കുറേ വഴക്ക് പറഞ്ഞു പോവുക. ഇതും ആര് കേൾക്കും? നമ്മുടെ കുട്ടിച്ചെറുക്കൻ കേൾക്കും. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയും, പപ്പ ഞാൻ പറഞ്ഞല്ലോ അമ്മയെ വഴക്ക് പറയും, നിങ്ങൾ എന്തിനാ പപ്പ വഴക്ക് കൂടുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് പറയും, മക്കളെ ഇത് വലിയ ആൾക്കാരെ കാര്യങ്ങളല്ലേ, ഞങ്ങളുടെ വഴക്കൊക്കെ ഇപ്പം അങ്ങ് തീരത്തില്ലയോ, മക്കൾ അങ്ങ് ചെന്ന് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചെറുക്കൻ എങ്ങനെയൊക്കെയോ കൺവീൻസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഉറങ്ങാൻ പറയണം. അങ്ങനെ കുട്ടിച്ചെറുക്കൻ ഉറങ്ങാൻ പോകും. അപ്പോൾ ഇവൻ വന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടില്ല കേട്ടോ, അത്രയും രാത്രിയായിട്ടും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ നേരെ ചെന്നിട്ട് ചോദിക്കാം, എന്താ മോളെ ഇത്രയും നേരമായിട്ട് ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറയും, അല്ല അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയാണ്ട് നമ്മളൊരു സാധനം എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒതുക്കി വെച്ചിട്ടേ ഉറങ്ങാവുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ആലോചിക്കുക, ശരിയാണല്ലോ, അവൾ എത്ര നല്ല ഗുണങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ളൊരു തോട്ട് വരിക. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞിട്ട് ഇന്നുണ്ടായ എല്ലാ സംഭവം കേൾക്കണം. അപ്പോൾ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യുവിൻ്റെ മനസ്സിലൊരു ഇത് വരുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്ത് തെറ്റാണോ, അവളെ വഴക്ക് പറഞ്ഞ തെറ്റാണോ, സിലിയെ വഴക്ക് പറഞ്ഞ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പോലെ വരുവാണ്. മാത്രമല്ല അപ്പോഴാണ് അറിയുന്നത് ഈ പൈസയുടെ കാര്യത്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത് ആ ചെറുക്കൻ്റെ കാര്യത്തിനാണെന്നൊക്കെയുള്ള കാര്യമെല്ലാം നമ്മുടെ ഈ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞിട്ട് യുവിന് മനസ്സിലാവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പിറ്റേന്ന് കമ്പനി ചെന്നിരിക്കുന്ന സമയത്ത് ഇപ്പം തലേന്ന് ഇത്രയും വഴക്കുണ്ടായല്ലോ സിലിയുടെ കൂടെ. അപ്പോൾ നമ്മുടെ സിലി ഓൾറെഡി ഒരു പ്ലാനും മറ്റേ ഡിസൈനും എല്ലാം ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് മാറ്റി വെക്കണം എന്നൊക്കെ നമ്മുടെ സെക്രട്ടറി അവിടെ നിന്ന് എന്തുകൊണ്ടൊക്കെയോ പ്ലാനിങ്ങും അതുപോലെ ഷെഡ്യൂൾസ് എല്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ യുവിൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമില്ല. വന്ന് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സിലിയെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.